ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചേമ്പിൻ്റെ ഇല കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചേമ്പിൻ്റെ ഇല വെട്ടിയെടുക്കുകയാണ്. ഇത്ര മതിയാവും. ഞാൻ ഓരോന്നോരോന്ന് ഇത് നിലത്ത് വിടണം. വെട്ടിയെടുത്തത് എടുക്കാം. ഫുള്ളും എത്ര എടുത്തിട്ടുണ്ട്. ഇതിനോടൊരു റെസിപ്പി ഉണ്ടാക്കാം, സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ചേമ്പിൻ്റെ പറിച്ച് കൊണ്ടുവന്ന് ഇനി ഇതിനോട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇത് ഒഴിവാക്കാം. ഇതെല്ലതും ഇങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയാണ്. ഇനി ഇതിൻ്റെ ഇവിടെ ഉള്ള ഇതുണ്ടല്ലോ, ഇതൊന്ന് ഒഴിവാക്കാം. എല്ലാം വെളിച്ചെണ്ണയിൽ ചീതിപ്പോരും. ഇങ്ങനെ ഇതെല്ലതും ഇത് ഒഴിവാക്കിയെടുക്കാം. ഈ ഭാഗം ഇങ്ങനെ ചീന്തി എടുക്കാം. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ചീന്തി എടുക്കുക. ഇനി ഈ ഇലയൊക്കെ ഒന്ന് നല്ലോണം ചേമ്പിൻ്റെ ഇല നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകണം. നല്ലോണം ഒന്ന് കഴുകി എടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഒന്ന് അമർത്തി കൊടുക്കാം. ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ ഇതിലേക്ക് മാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടി കടലപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇത്ര കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇതിലേക്ക് 1/4 കപ്പ് എടുത്താണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക.
കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് കുയമ്പ് രൂപത്തിലാവണം. ആ രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത്തിരി കൂടി വെള്ളം മതി. ഇപ്പം ഇങ്ങനെ ആയി വന്നാണ്. ഇനി ഇത്തിരി കൂടി വെള്ളം മതി. അങ്ങനെ എനിക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1 കപ്പ് ഫുള്ളെടുത്തില്ല, വെള്ളം ഇതിലേക്കായി. ഇതിൽ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പാകമാണ്. ഉപ്പുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂട്ടി കുഴക്കാം. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മസാല ഈ ചേമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കാം. രണ്ടാമത് ഇങ്ങനെ ഇതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി ഇത് ഇവിടെയൊക്കെ എല്ലായിടത്തും തേച്ച് കൊടുക്കും. ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം.
ഇനി ഇത് നമുക്ക് മടക്കാം. ഇത് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയത് ചെറിയ പീസാക്കിയാണ്ട് മുറിച്ചെടുക്കാം. ഇത് ഇത്ര വലിപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്ത് ഇവിടെ വെക്കാം. മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. ഇനി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ചൂടായി വരട്ടെ. നല്ലോണം മൊരിഞ്ഞ് നല്ലോണം ചൂടായി വന്നതാണ്. ഇതിലേക്ക് ഈ ചേമ്പിൻ്റെ മസാല തേച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ആയി വരട്ടെ. നല്ലോണം വേവണം കേട്ടോ. ചേമ്പിൻ്റെ വെന്തില്ലല്ലോ, അതുകൊണ്ട് നല്ലോണം വെന്ത് വരണം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലോണം വേവ് വെന്ത് കിട്ടണം. അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. സിമ്മിലാക്കിയാണ്ട് വേവിച്ചാൽ മതി. നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്, കമൻറ്റൊക്കെ ഒന്ന് ചെയ്യാം. ടേസ്റ്റ് ഉണ്ടത്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് വാച്ചിങ് ദ വീഡിയോ.